ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനി ഞാൻ ആദ്യമായിട്ടാണ് ഡ്യൂട്ടി എടുക്കുന്നത്. ഇവിടെ വന്നിട്ട് സ്റ്റാർട്ടിങ് ട്രെയിനിങ് സമയത്ത് കുറച്ച് നാൾ ഞാൻ ജർമ്മനി ഓടിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഫ്രാൻസ്, നെതർലാൻഡ്, ബെൽജിയമാണ് എനിക്ക് പിന്നെ കിട്ടിയ റൂട്ട്. അതോടി ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഞാൻ അതിനുശേഷം എടുത്ത എല്ലാ ട്രിപ്പും സെയിം അത് തന്നെയാണ് ചോദിച്ചു വാങ്ങി. ഇപ്രാവശ്യവും ഞാൻ ഫ്രാൻസ്, നെതർലാൻഡ്, ബെൽജിയം ആണ് ചോദിച്ചത്. പക്ഷേ എനിക്കത് ഓക്കെ എന്ന് പറഞ്ഞ് അലോട്ട് ചെയ്യുകയും ചെയ്തിട്ട് എങ്ങനെയോ എന്തോ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഈ ട്രിപ്പ് അലോട്ട് ചെയ്യുന്ന ആ പുള്ളി ഇടയ്ക്ക് എന്തോ ആക്സിഡൻ്റ് ആവുക അങ്ങനെ എന്തോ ആയിട്ട് ലീവായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ വേറൊരാളായിരുന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. പുള്ളിയോടാണ് പറയുകയും ചെയ്തിരുന്നത്. പുള്ളി അത് അലോട്ട് ചെയ്ത് തരികയും ചെയ്തതാണ്. പിന്നെ മറ്റേ പുള്ളി തിരിച്ചു വരികയും ചെയ്തപ്പോൾ എന്തോ സംതിങ് എവിടെയോ ഒരു മിക്സപ്പായി. അങ്ങനെ എനിക്ക് പിന്നെ തന്ന റൂട്ട് മാറി. ഞാനിപ്പോൾ അങ്ങനെ എനിക്ക് ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി ആണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഇനി ഓടുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ജർമ്മനിയിലാണുള്ളത്. ജർമ്മനിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് ജർമ്മനി. റൂൾസ് ആയാലും എല്ലാം. പിന്നെ ചെക്കിങ്, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ചെക്കിങ്ങുകളുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ടെൻഷനാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ. ഫ്രാൻസ്, നെതർലാൻഡ്, ബെൽജിയം നമുക്ക് ഓടി ശീലമുള്ളതുകൊണ്ട് സ്മൂത്തായിട്ട് അങ്ങ് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഓടിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ റൂട്ട് എപ്പോഴും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. എനിവേസ് ഇപ്പോൾ എന്തായാലും എല്ലാ രാജ്യവും നമ്മൾ കാണണമല്ലോ. വേറെ രാജ്യത്തേക്ക് നമ്മുടെ കമ്പനി വണ്ടികൾ പോകുന്നുണ്ട്. ഞാൻ പിന്നെ അധികം ഇത് ചൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. എന്തായാലും നമ്മൾ ജർമ്മനി ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം. പിന്നെ ജർമ്മനിയുടെ വേറൊരു പ്രശ്നം ഇതാണ്, ബെൽറ്റൊക്കെ അടിക്കണം അങ്ങനെ പറഞ്ഞു. പിന്നെ തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല തണുപ്പാണ്. രാവിലെയൊക്കെ എണീക്കാൻ തന്നെ മടിയാവുന്നുണ്ട്. സ്വെറ്ററൊക്കെ ഇട്ടാണ് ഇരിപ്പ്. പകൽ പോലും ഈ ഒരു സമയം പോലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഡെക്കാത്തലനിലാണുള്ളത്. ഡെക്കാത്തലൻ്റെ ലോഡും കൊണ്ട് വന്നതാണ്. ഇവിടെ ഒരു സെക്കൻഡ് കാണിച്ചു തരാം. അയ്യോ, വണ്ടീൻ്റെ അകമൊക്കെ അലമ്പായി കിടക്കുകയാണ്. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വണ്ടികളുണ്ട്. ഡെക്കാത്തലൻ്റെ വലിയ ഗോഡൗണാണിത്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാണ് ഇങ്ങനത്തെ ഗോഡൗണെങ്കിൽ അവിടെ മറ്റേ യൂണിയന് ഇറക്ക് കൂലി, നോക്ക് കൂലി, കയറ്റ് കൂലി എന്നൊക്കെ പറഞ്ഞ് അടിയും ബഹളമൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. വരിക, കൊണ്ടിടുക, പേപ്പർ കൊടുക്കുക, അൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അപ്പം ഇന്നിനി ജർമ്മനിയിൽ നിന്ന് അടുത്ത ലോഡ് കയറ്റി ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.